ഹലോ ഗൈസ്, ഇത് ഞാൻ താമസിക്കുന്ന എൻ്റെ ബിഷപ്സ് ഹട്ടിന്റെ പഞ്ചായത്തിൽ നിന്ന് തൃക്കൊടിത്താന പഞ്ചായത്തിൽ നിന്ന് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റും വീട്ടു നമ്പരുമാണ്. മനസ്സിലായോ? കേസും ബുക്കാറുള്ള ഒരു വസ്തുവിന് ബിൽഡിംഗ് നമ്പർ പഞ്ചായത്തിൽ നിന്ന് തരത്തില്ല. അപ്പൊ ഇവരെന്നെ ആക്ഷേപിക്കും, എന്റെ പ്രോപ്പർട്ടി ഒരു കാരണവശാലും വിറ്റ് പോകരുത്, ഞാൻ എങ്ങനെങ്കിലും പോയി എന്റെ ജീവിതം അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ഇവർ കുറച്ച് ആൾക്കാർ ഒന്നടങ്ങ് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതാ സത്യമായ കാര്യം. ഒരാളെ എങ്ങനെയൊക്കെ വേട്ടയാടാം, അതിൻ്റെ മാക്സിമം ലെവലിലാണ് ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഒരു ബിഷപ്പിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ബിഷപ്പ് മറ്റാരുമല്ല, ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ നമ്മുടെ രേണു സുധിക്ക് വീട് വയ്ക്കാൻ വേണ്ടി വസ്തുദാനം കൊടുത്ത അതേ ബിഷപ്പിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ. ഈ റിയാക്ഷൻ വീഡിയോയുടെ ഒരു വശത്ത് ഒരു പറ്റം സൈബർ ചെന്നായ്ക്കളാണ്, ഒരു കൂട്ടം ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? എത്ര പേരിൻ്റെ വീഡിയോ ഷെയർ ചെയ്യും? ഇത് എത്ര പേരെടുത്തിട്ട് കണ്ടന്റ് ആക്കും? ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞ് ഒരു സൈഡിലിരുന്ന് കുറെ ആളുകളുടെ രക്തവും മാംസവും ഊറ്റി കുടിക്കുന്ന ഒരു പറ്റം ചെന്നായ്ക്കൾ, ഞാൻ ജനറലൈസ് ചെയ്ത് എല്ലാവരെയും അല്ല പറയുന്നത്, ഒരു കൂട്ടം. ഇതിൻ്റെ തലതൊട്ടമ്മയാണ് നമ്മുടെ ചപ്പീണ ബീഡി അല്ലെങ്കിൽ ഷഫീന ജീവി എന്ന തെറിത്താത്തയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം ആളുകൾ ബിഷപ്പിനെ ഹറാസ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് കോള് വിളിച്ച് ബിഷപ്പിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഞങ്ങൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ ഫാദർ പോയി തൂങ്ങിച്ചാകാൻ കയറെടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു പോലും ഒരു ബിഷപ്പിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന, ത്രട്ടൻ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ ഒരു സൈഡിലുണ്ട്. ഇതിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഫീൽഡിൽ ഷഫീന എന്ന് പറയുന്ന ജന്തു എത്രത്തോളം അപകടകാരിയാണെന്നും അവർ ഒരു വിഷയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്നും അറിയാവുന്ന ഒത്തിരി ആളുകൾ സൈബർ ഇടത്തിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ഇൻക്ലൂഡിങ് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം ആരാണ് ഷഫീന ജന്തു എന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ചതിനെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്കൊരാളുടെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇൻ്റർവ്യൂകളിലൂടെ ഫേമസ് ആയ ബിഗ് ബോസിൽ പങ്കെടുത്ത ഷാരിക എന്ന് പറയുന്ന റിയാലിറ്റി ബൈ ഷാരിക ചേച്ചിയുടെ ചാനലിൽ ഇതിനെക്കുറിച്ച് ഇന്നലെ വ്യക്തമായിട്ട് ഒരു കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം റിയാലിറ്റി ബൈ ഷാരിക എന്ന ഷാരിക ചേച്ചിയുടെ ഓഡിയോ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അവർ ഇന്നലെ ചെയ്ത വീഡിയോയിൽ അവർ പറയുന്നതിനെയാണ് ഞാൻ ഓഡിയോ എന്ന് പറഞ്ഞത്. ഞാനിതിൽ അവരുടെ വീഡിയോ കാണിക്കുന്നില്ല, പ്ലേ ചെയ്ത് കേൾപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഷഫീന ബീവി എന്ന വെർബൽ റേപ്പിസ്റ്റും ചെകുത്താനുമായിട്ടുള്ള വ്യക്തിക്കെതിരായ ക്യാമ്പയിന്റെ 4ാമത്തെ ഭാഗമാണിത്. 4ാമത്തെ പാർട്ട് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇറക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരുടെ വെർബൽ അറ്റാക്ക് കൊണ്ട്, അവരുടെ എന്താ പറയുക, വെർബൽ അബ്യൂസ് കൊണ്ട് കഷ്ടത്തിലായ, ജീവിതം തന്നെ കോഞ്ഞാട്ടയായി മാറിയ പലരുടെയും കാര്യങ്ങൾ അതിനകത്ത് പറയും. ചില ആൾക്കാർ അവരുടെ പേരുകൾ പറയണ്ടെന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ അവരുടെ പേരുകൾ പറയണമെന്ന് പറയുന്നുണ്ട്. മാനഭയ നിമിത്തമാണ് കാര്യം. കുടുംബത്തെ വലിച്ചിഴയ്ക്കാൻ താല്പര്യമില്ല. ഇവർക്ക് ഓപ്പോസിഷൻ നിൽക്കുന്നവരെ ഇവർ ലൈംഗിക അധിക്ഷേപമാണ് ചെയ്യുന്നത്. ഷഫീന ജന്തുവിന് ഓപ്പോസിഷൻ നിൽക്കുന്നത് ഒരു ലേഡി ആണെങ്കിൽ അവർ പ്രോസ്റ്റിറ്റ്യൂട്ടും, ഓപ്പോസിഷൻ നിൽക്കുന്നത് ഒരു ബോയ് ആണെങ്കിൽ അത് പെണ്ണുപിടുത്തക്കാരനും, ആ രീതിയിൽ പെണ്ണുപിടിയൻ അല്ലെങ്കിൽ റേപ്പിസ്റ്റ്, അങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ ഒരാളെ വളച്ചൊടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലരും അഭിമാനക്ഷതം ഓർത്തിട്ട് പലരും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ. അവർക്കുണ്ടായ കുറച്ച് ദുരനുഭവങ്ങൾ എന്ന് വെച്ചാൽ ടോർച്ചറിംഗ് ആണ്, കണ്ടിന്യൂസ് മെന്റൽ ടോർച്ചറിങ്, മാസങ്ങളായിട്ടുള്ള മെന്റൽ ടോർച്ചറിങ്. എനിക്ക് തോന്നുന്നു അക്കൂട്ടത്തിൽ ഇന്നൊരു കോള് എനിക്ക് വന്നു, അപ്രതീക്ഷിതമായിട്ടൊരു കോള്. ഫാദർ നോബി ഫിലിപ്പ് എന്ന് പറഞ്ഞ മെത്രാനച്ഛന്റെ, ബിഷപ്പിന്റെ, നമുക്ക് എല്ലാവർക്കും നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ, ശാരിക ചേച്ചിക്ക് ബിഷപ്പിന്റെ പേര് കൃത്യമായി അറിയില്ല എന്ന് തോന്നുന്നു. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിന്റെ കോള് ചെന്ന കാര്യമാണ് ശാരിക ചേച്ചി പറയുന്നത്. പറയാം, രേണു സുധിയും ബിഷപ്പുമായിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആണ് അവർക്കിടയിൽ കിടന്ന് കളിച്ചത് നമുക്കറിയാം. വീടിന്റെ വിഷയം സംബന്ധിച്ചും, വീടിന്റെ എഴുതി കൊടുത്തത് സംബന്ധിച്ചും, രേണുവിന്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായി. പക്ഷേ അദ്ദേഹം ഒരു പുരോഹിതനാണ് എന്ന് പൂർണ്ണമായിട്ടും തെളിയിച്ചത്, യഥാർത്ഥ ഒരു പുരോഹിതനാണെന്ന് എനിക്ക് മനസ്സിലായത് രേണു വളരെ ക്രിട്ടിക്കലായ ഒരു അസുഖത്തിൽപ്പെട്ടപ്പോൾ, അവൾ ആ സ്റ്റേജിലൂടെ കടന്നപ്പോൾ അവളോടൊപ്പം നിൽക്കാൻ കാണിച്ച മനസ്സ്. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ബിഷപ്പിനെതിരെ ഹേറ്റേഴ്സും പൊങ്ങിത്തുടങ്ങി. അതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഷഫീന ജീവി എന്ന് പറയുന്ന ഈ ജന്തുവിൻ്റെ ചാനലിൽ പോയിട്ട് നോബൽ ഫിലിപ്പ് ബിഷപ്പ് കമന്റ് ഇട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, രേണുവിനെ എഗെയിൻസ്റ്റായി ബിഷപ്പ് നിൽക്കുന്ന സമയത്ത് ബിഷപ്പിന് ഒരുപാട് ആൾക്കാർ ആരാധകരുണ്ട്. ഈ ജനങ്ങളുടെ മെന്റാലിറ്റിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ, അവർ മരിച്ചു, അവരുടെ ശ്വാസം നിലച്ചു എന്ന് കേട്ടാൽ സമാധാനമാകുന്ന ഒരു പറ്റും
വൈകൃതമുള്ള മനുഷ്യർ. എന്ത് തരം മെന്റാലിറ്റിയാണ് ഇവരുടെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇപ്പോൾ അനീഷ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു വ്ളോഗറിനെയും ബിഷപ്പിനെയും എയറിൽ നിർത്തിയിരിക്കുകയാണ്. ബിഷപ്പിനെതിരെ കള്ളക്കഥകൾ പടച്ചുണ്ടാക്കുന്നു. പുള്ളിയെ അങ്ങ് മെന്റലി അങ്ങ് ഹറാസ് ചെയ്ത് അങ്ങ് കൊല്ല ചെയ്യുവാണ്. ആ കുട്ടികളുടെ പേരിൽ വസ്തു എഴുതി കൊടുത്തിട്ടില്ല. രേണുവിന് വെച്ചു കൊടുത്ത വീടിന്റെ വസ്തു ആ കുട്ടികളുടെ പേരിൽ എഴുതി കൊടുത്തിട്ടില്ല. ആ കുട്ടികൾക്ക് അത് കൊടുത്തിട്ടില്ല. അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഫാദർ പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് വാട്സാപ്പിൽ ബിഷപ്പ് തന്നെ സെൻഡ് ചെയ്ത് തന്നതിന്റെ ഓഡിയോ ക്ലിപ്പും എൻ്റെ കയ്യിലുണ്ട്. ആ വസ്തുവിന്റെ കരമടച്ച രസീത്, ആ കുട്ടികളുടെ പേരിൽ ഉള്ള കൈവശ അവകാശ രേഖ, ബാക്കി ആ വീടിന്റെ കുറച്ച് കാര്യങ്ങളുള്ളത് എന്താന്ന് വെച്ചാൽ ആ വീടിന് ഹൗസ് നമ്പർ കിട്ടാനും വേറെന്തോ പണികളുടെ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം പുള്ളിയെ ബാധിക്കുന്ന കാര്യമില്ല. പുള്ളി ചെയ്യാനുള്ളത്, ബിഷപ്പ് ചെയ്യാനുള്ളതെല്ലാം ബിഷപ്പ് കൃത്യമായിട്ട് ചെയ്തു. ഇപ്പോൾ ബിഷപ്പിന് എന്തോ വസ്തു കച്ചവടം എന്തോ ചെയ്യാനുണ്ട്. അത് വിറ്റു പോകാതിരിക്കാൻ ഷെഫീനയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം സൈബർ ഗുണ്ടകൾ ബിഷപ്പിനെ അങ്ങേയറ്റം ആക്രമിക്കുകയാണ്. ഒരൊറ്റ റീസൺ മാത്രമേ ഇതിനുള്ളൂ. ബിഷപ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്തു. അയാൾ ഒരു വൈദികനാണ്. ഒരാൾ വയ്യാതെ കിടക്കുന്ന ഒരവസ്ഥയിൽ ശവത്തിൽ കുത്തിയാൽ അയാൾ വൈദികനല്ല. പക്ഷെ ആ വയ്യാതെ കിടക്കുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അക്ഷരം തെറ്റാതെ പറയാം അയാൾ ഒരു വൈദികനാണ്, അയാൾ ഒരു ദൈവത്തിന്റെ അനുയായിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അയാൾ ജീസസ് ക്രൈസ്റ്റിന്റെ അനുയായിയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം വിമർശിക്കേണ്ട സമയത്ത് രേണുവിന്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നപ്പോൾ അയാൾ ഫാദർ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ വിമർശിച്ചു. രേണുവിനൊരു അവസ്ഥ വന്നു, മോശം അവസ്ഥയായി, ആരോഗ്യസ്ഥിതി മോശമായി, ഒരു മരണത്തിന്റെ വക്കിലുള്ള ഒരു രോഗത്തിൽ രേണു എത്തി, ക്യാൻസറിന്റെ 4th സ്റ്റേജ് എത്തിയപ്പോൾ പുള്ളിക്കാരൻ ഒരു ബിഷപ്പിന്റെ എല്ലാ ബഹുമതികളും പുള്ളിക്കാരൻ അവിടെ കാണിച്ചു. എല്ലാ മാന്യതയും പുള്ളി അവിടെ നിലനിർത്തി. രേണുവിനെ കട്ട സപ്പോർട്ട് ചെയ്തു, അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നുമില്ല. രേണു കുറച്ച് ക്ലീവേജ് കാണിച്ചു, നേവല് കാണിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് കുറേ പേര് അവരെ തേജോവധം ചെയ്തു. ഈ തേജോവധം ചെയ്ത ആൾക്കാർ രേണുവിനോ മക്കൾക്കോ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുമെന്ന് വെച്ചാൽ അതുമില്ല. അപ്പൊ അത്രമേൽ ആക്ഷേപിച്ച ആളുകൾ ഇപ്പോൾ ഫാദറിനെ അതുപോലെ ഒരു തിരുമേനിയെ വേട്ടയാടുകയാണ്. എന്തിനാണ് ഈ പിശാചുക്കൾ തിരുമേനിയെ വേട്ടയാടുന്നത്? 4-5 ആണുങ്ങളും ഷെഫീന ജീവിയും കൂടെ ചേർന്ന് ഗ്രൂപ്പ് കോൾ വിളിക്കുകയാണ്. ആരെ? ഫാദറിനെ വിരട്ടാൻ, ബിഷപ്പിനെ വിരട്ടാൻ, ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിനെ വിരട്ടാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ചെന്നായ്ക്കൾ ഷെഫീനയുടെ നേതൃത്വത്തിൽ. ഇതെന്താ സൈബർ ഗുണ്ടായിസമോ ഇവിടെ നടക്കുന്നത്? ഇതെന്താണിത്? ആരും ഇതിന് ചോദിക്കാനും പറയാനും ഇല്ലേ? ഒരാളെ അങ്ങ് ത്രട്ടൻ ചെങ്ങ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊല്ലുവാണ്. ഒരു ബിഷപ്പിനെ വിളിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞങ്ങൾക്കെതിരെ നിന്ന് മൂക്കിക്കേറ്റികളെയും തല ചെത്തികളെയും ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കണ്ടേ? രേണു സുധിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഷെഫീന ജീവി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രാക്ഷസിക്കും അവളെ സപ്പോർട്ട് ചെയ്യുന്ന അതേ മെന്റാലിറ്റി ഉള്ള കുറച്ച് തീട്ട ചിന്താഗതി ഉള്ളവർക്ക് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതിയോ? ബാക്കിയുള്ളവർക്ക് ജീവിക്കട്ടെ? എഗെയിൻസ്റ്റ് നിൽക്കുന്നവരെ മൊത്തം വൃത്തികെട്ടവര്, അവിഹിതക്കാര്, അഴിമതിക്കാര്, അങ്ങനത്തെവർ, ഈ സ്ത്രീ മാത്രം ലോകത്ത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് സ്വയം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നോക്കൂ. സ്ത്രീയെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ഒന്ന് കമന്റ്സ് നോക്കൂ, അല്ലെങ്കിൽ ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നത് നോക്കൂ. നിങ്ങളുടെ വില എന്താണെന്ന്, നിങ്ങൾക്ക് എന്ത് വിലയാണോ കൊടുക്കുന്നത് അതേ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടൂ. നിങ്ങളുടെ വാക്കും നിങ്ങളുടെ ചെയ്ത്തും നിങ്ങളുടെ പ്രവൃത്തിയും കൊണ്ടാണ് നിങ്ങൾക്ക് വില കിട്ടേണ്ടത്. നിങ്ങളുടെ വില ഇപ്പൊ എന്താണെന്ന് അറിയാൻ ജാൻമണി, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല സ്ത്രീയെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹൈലി സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, നിങ്ങൾ ഛർദ്ദിച്ചു വെക്കുന്ന വിഷം, നിങ്ങൾ മറ്റുള്ള ഈ സമൂഹത്തിലോട്ട് തുപ്പുന്ന വെനം, അതുണ്ടല്ലോ, അത് സമൂഹത്തിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമ്മൾ അത് എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്ക്. നിങ്ങൾ എന്താ സ്ത്രീയെ ഗുണ്ടായുസമാണോ ഇവിടെ ചെയ്യുന്നത്? കുറെ ആണുങ്ങളെ, കുറെ യൂട്യൂബേഴ്സിനെ. ഇനി ഈ യൂട്യൂബേഴ്സ് എന്തുകൊണ്ട് ഈ തള്ളക്ക് കൂട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവന്മാരുടെ സകല കള്ളത്തരങ്ങളും ഈ തള്ളക്കറിയാം. ഈ യൂട്യൂബേഴ്സിന്റെ സകല കള്ളത്തരങ്ങളും ഈ തള്ളക്കറിയാം. ഈ തള്ളയുടെ സകല ഉടായ്പകളും ഇവന്മാർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പരസ്പരം വാരി എറിയാൻ പോകുന്ന ചളിക്ക് ഒരു കൈയും കണക്കുണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ബാക്കിയുള്ള റിയാക്ഷൻ വ്ലോഗേഴ്സിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ബാക്കിയുള്ളവന്മാർ അണ്ണാക്കിൽ പിരിവെട്ടി മിണ്ടാതിരിക്കുന്നത്. എല്ലാവരെയും ആ ഒരു കാറ്റഗറി തൂക്കും. അതുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് ഉൾപ്പെടെ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കേണ്ടി വന്ന ഒരവസ്ഥ. മനസ്സിലായി? അപ്പോൾ ഇത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, ഇത് എത്ര പേര് പറയുന്നുണ്ടെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെറുകിട ചാനലുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത് എത്ര പേരിന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല പറയുന്നത്. ക്രിട്ടിക്കലായ ഒരു അസുഖത്തിൽപ്പെട്ടപ്പോൾ അവൾ ആ സ്റ്റേജിലൂടെ കടന്നപ്പോൾ അവളോടൊപ്പം നിൽക്കാൻ കാണിച്ച മനസ്സ്, അതൊരു പുരോഹിതനായിരിക്കും ഏറ്റവും കൂടുതൽ. അതാണ് ശരിക്കും പുരോഹിതന്മാരും പുരോഹിതകളും ചെയ്യേണ്ടത്. നമുക്ക് മനുഷ്യരാണ് അവർ, പുരോഹിതനേക്കാൾ അപ്പുറം മനുഷ്യന്മാരാണ്. ചില ക്രിറ്റിസിസങ്ങൾ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കാര്യങ്ങൾ പോയേക്കാം, ചില വിമർശനങ്ങൾ അവരും അറിഞ്ഞോ അറിയാതെയോ പെട്ടേക്കാം. പക്ഷേ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ഫാദർ രേണു ഇങ്ങോട്ട് പറഞ്ഞതും അങ്ങോട്ട് കേട്ടതുമെല്ലാം
ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവുകയും രേണുവിന്റെ രോഗത്തിൽ അദ്ദേഹം എന്നും എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്റെ മരണം വരെ, അതായത് ഫാദറിന്റെ മരണം വരെയും ആ കുടുംബത്തോടൊപ്പം അവരുടെ കണ്ണീരിലും അവരുടെ അവസ്ഥയിലും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫാദറിന് ഈ പറയുന്ന ചപ്പീന ബീവിയെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞു കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ഇവരൊരു കോക്കസ് ആണ്, അതൊരു കോറമാണ് ഇവര്. ഷെഫീന ബീബി ഒറ്റയ്ക്കല്ല ആരെയും വിളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞ വിവരമാണ്. അതായത് 6 പേരോ 7 പേരോ ചേർന്നുള്ള ഗ്രൂപ്പ് കോളാണ് ഇവർക്ക്. എന്നിട്ട് അങ്ങോട്ട് റെക്കോർഡിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. ഫാദർ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നോട്. ഫാദർ പറഞ്ഞു, ഷാരിക എന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷാരിക പറയുക, ഫാദറിനെ കുറിച്ച്. ഫാദറിനെ ഇപ്പൊ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഷെഫീന ഫാദറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത് നിങ്ങൾ അറിയണം. ഫാദർ പറഞ്ഞിരിക്കുന്ന അവളെ എന്നെ കുറിച്ചുള്ള എന്താണോ ചാറ്റുകളോ എല്ലാം അവളുടെ ഉണ്ടെന്ന് അവൾ പറയുന്നു. അവൾ അതെല്ലാം പുറത്തു വിടണം. അവൾ പുറത്തു വിട്ടതിന് ശേഷം അദ്ദേഹം ഒരു ഇന്റർവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പത്രസമ്മേളനമായിട്ടോ അദ്ദേഹം വരുന്നുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് ഇപ്പൊ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടത് വെച്ചിരിക്കുന്ന തെളിവുകൾ, ചാറ്റിംഗ് തെളിവുകൾ, വീഡിയോ തെളിവുകൾ എല്ലാം പുറത്തു വിടുക. അദ്ദേഹം പറഞ്ഞ എന്റെ അറിവിൽ അദ്ദേഹം ഒരു സ്ത്രീയോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡിംഗ്സ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തോന്നിയത് കൊണ്ടാണ് ഞാനിതിപ്പോ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. അത് പേര് പുറത്ത് പറയാമെന്ന് ഉറപ്പുള്ള ആളായതുകൊണ്ട്. വേറെ കുറെ അധികം ആൾക്കാരെ വിളിച്ചിട്ട് ആണും പെണ്ണും ഒക്കെ അവരുടെ പേര് പുറത്ത് വിടരുത്, ശാരി ചേച്ചി അല്ലെങ്കിൽ ശാരിക, ഞങ്ങൾക്ക് ഇനി ഇതിന്റെ പുറകെ തൂങ്ങാൻ വയ്യ, പക്ഷെ ശാരിക ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്ന് അവരോട് പറഞ്ഞു. കാരണം അവർ ഫാമിലി കുടുംബമായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. ഒന്നീ ട്രോമിൽ നിന്ന് കരകയറി വരുന്നുള്ളൂ. കാരണം ഇവൾ എന്തിനും മടിക്കത്തില്ല. യെസ്, എന്തിനും മടിക്കാത്തൊരു രാക്ഷസിയാണ് ഈ സ്ത്രീ. എന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് വീട്ടിൽ കയറി തല്ലാനോ വീട്ടിൽ കയറി നമ്മളെ ഒന്നും ഇതാക്കാനോ ഒന്നും ഇവള് പുറത്തിറങ്ങത്തില്ല. ഷെഫീന ജന്തു പുറത്തിറങ്ങത്തില്ല വീട്ടിൽ നിന്ന്. പകരം എന്ത് ചെയ്യും? ഇവരുടെ ആടിനെ പട്ടിയാക്കുന്ന നാവ്, എന്ത് സാഹചര്യം പ്രതികൂലമായാലും അത് തനിക്ക് അനുകൂലമാക്കുന്ന ആ പിഴച്ച നാവ് കൊണ്ട് നമ്മളെ ഇല്ലാത്തതും പൊല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇല്ലാ കഥകൾ നമ്മളെ പറഞ്ഞ് നശിപ്പിച്ച് കളയും. അത് ഭയന്നിട്ട് ചിലപ്പോൾ കൂട്ടുകാരായിരുന്നവരായിരിക്കാം പിന്നീട് ശത്രുക്കളാവുന്നത്. അപ്പോൾ ആ കൂട്ടുകാരായിരുന്നവർ ശത്രുക്കളാവുമ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിൽ, ഫ്രണ്ട്ഷിപ്പായിരിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് രൂപേണ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന വൃത്തികെട്ട ഒരു ജന്മത്തിന്റെ ഉടമയാണ് ആ സ്ത്രീ. അപ്പോൾ അതുകൊണ്ട് ഈ സൈബർ ഗുണ്ടായുസം അവസാനിച്ച് കിട്ടണം. ഇവിടെ രേണുസുധിക്ക് ജീവിക്കണം. ഇവിടെ രേണുസുധിയുടെ കൊച്ചുമകൻ റിതപ്പന് ജീവിക്കണം. ഇവിടെ രേണുസുധിക്കും ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിനും ജീവിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം. ഷെഫീന ജീവി എന്ന് പറയുന്ന ഒരു ജന്തു മാത്രമല്ല. എന്തുകൊണ്ട് ഇത്രയും കോലാഹലം ഈ സ്ത്രീ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഉണ്ടാക്കിയിട്ടും ഇവരുടെ ചാനൽ എന്തുകൊണ്ട് പൂട്ടിക്കെട്ടാൻ ഒരു മൂവ്മെന്റ് ആവുന്നില്ല? അങ്ങനെ ചാനൽ പോകുമെന്ന് ഉറപ്പായപ്പോൾ മൂന്നാമതൊരു ചാനൽ, ബാക്കപ്പ് ചാനലുമായിട്ട് അവൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരു 107K ചാനൽ അടിച്ചു കളഞ്ഞപ്പോൾ രണ്ടാമതൊരു ചാനലും കൊണ്ടുവന്ന് ജാസ്മിൻ ജാഫറിന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് 100K അടുപ്പിച്ച ചാനലുമായിട്ടാണ് അവൾ രണ്ടാമത് വന്നത്. അതേ ചാനലിൽ പോകുമെന്നുള്ള അവസ്ഥയായപ്പോൾ മൂന്നാമതൊരു ചാനലും കൊണ്ടുവന്ന് ഇനി ഈ തീട്ടത്തിൽ കൃമിയെ ഇനി ഒരു ചാനൽ വളരാൻ മനസാക്ഷിയുള്ള സമൂഹം അനുവദിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയൂ. അപ്പോൾ ഫാദർ ആ കുട്ടികൾക്ക് കൊടുത്ത വസ്തുവിൽ എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ ഉണ്ടെന്ന്, ആ വീടിരിക്കുന്ന വസ്തുവിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബിഷപ്പ് തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്ന, വാട്സാപ്പ് ചെയ്ത് തന്ന ഒരു വാട്സാപ്പ് റെക്കോർഡ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് ഒന്ന് കേൾപ്പിച്ചിട്ട് പിന്നെ പുള്ളി ഇപ്പം അനുഭവിക്കുന്ന ത്രെട്ടിനെ കുറിച്ച് പറയുന്ന ഒരു ഓഡിയോ റെക്കോർഡും കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് ഇതിലുണ്ട്. അത് ഈ കൈവശ മറ്റേ കരമടച്ച രസീത് അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഹൗസ് നമ്പർ ഉൾപ്പെടെ അവരുടെ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ അവരുടെ പഞ്ചായത്തിൻ്റെ വാർഡ് നമ്പർ, ഹൗസ് നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഫാദറിൻ്റെ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം. നമസ്കാരം. ആ പിള്ളേരുടെ പേര് കരമടയ്ക്കുന്ന രസീത്, ആ പിള്ളേരുടെ പേര് കൈവശ സർട്ടിഫിക്കറ്റ് എൻ്റെ ഹസ്ബൻഡിനെ അയച്ചതാണ്, അതാണ് ഇക്കാന്ന് വിളിച്ചത്. ആ പിള്ളേർക്ക് വേണ്ടി വീട് വെക്കാൻ വില്ലേജിൽ നിന്ന് കൊടുത്ത ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ആ പിള്ളേർക്ക് 2 പേർക്ക് വീട് വെക്കാൻ വേണ്ടി തൃക്കൊടിത്താനം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് പെർമിഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ 2 പിള്ളേർക്കും തുല്യ അവകാശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി വീടിന് നമ്പർ കിട്ടേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്ത ചെറുക്കനും വന്ന് ഒരു ആധാർ കോപ്പി ഒപ്പിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇളയ കൊച്ചിന് വേണ്ടിയിട്ട് രേണു സൈൻ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല വീട് ഫുള്ളായിട്ട് പണിത് തീർത്തു എന്നുള്ളതിന്റെ ജലസംഭരണി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞ് ബിൽഡിംഗ് പണിതിരിക്കുന്നതായിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ആരാണോ ആ കമ്പനി, നമുക്കിപ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ നാണക്കെടുത്തുനിന്ന് പറഞ്ഞാൽ അവരിപ്പോൾ എൻ്റെ നേരെ ചാടിയത് ആരാണോ ബിൽഡിംഗ് പണിത് അവർ ആ ബിൽഡിങ്ങിന്റെ സർവേ സ്കെച്ചും കാര്യങ്ങളും എല്ലാം കൂടെ എഞ്ചിനീയറിംഗ് സ്റ്റഡിയിൽ നിന്ന് കൊടുക്കണമായിരുന്നു. അത് അവർ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനി പുതിയ ആരെങ്കിലും എഞ്ചിനീയർമാരെ കണ്ടു വേണം ആ കാര്യങ്ങളെല്ലാം രേണുസുധിയുടെ കുടുംബക്കാർ പോയി ചെയ്യിപ്പിക്കാനായിട്ട്.
ഒരു ബിൽഡിംഗ് സാധാരണ പണിപ്പോ എനിക്കൊരു വീട് വെച്ചിരുന്ന വീട് പണിന്ന് പറയാൻ ഇതെല്ലാം തീർത്ത് നമുക്ക് തന്നിട്ട് പോകണ്ടേ. പക്ഷെ ഇവര് വലിയ എന്തോ കൂടിയ സംഘടനക്കാരാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവരിൽ നിന്ന് വന്ന വീഴ്ച നോക്കിക്കോണം. അത് എന്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ചിട്ട് എന്നെ അപമാനിക്കുക, എന്റെ പ്രോപ്പർട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ നടക്കാത്തത്. എന്റെ വസ്തുവിനകത്ത് ബിൽഡിംഗ് പണിത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടി, എന്റെ പേര് നമ്പർ കിട്ടിയ സർട്ടിഫിക്കറ്റും വീട്ടു നമ്പറും ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചുതരാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് റവന്യൂ വകുപ്പിൽ നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം കിട്ടിയ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവർ കരമടയ്ക്കുന്ന രസീത് പിള്ളേരുടെ പേരിൽ. ഓക്കെ, ഇത് ഞാൻ താമസിക്കുന്ന എന്റെ ബിഷപ്സ് ഹട്ടിന്റെ പഞ്ചായത്തിൽ നിന്ന് തൃക്കൊടിത്താന പഞ്ചായത്തിൽ നിന്ന് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റും വീട്ടു നമ്പരുമാണ്. മനസ്സിലായോ? കേസും ബുക്കാറുള്ള ഒരു ബിൽഡിങ്ങിന് വസ്തുവിന് ബിൽഡിംഗ് നമ്പർ പഞ്ചായത്തിൽ നിന്ന് തരത്തില്ല. അപ്പൊ ഇവരെന്നെ ആക്ഷേപിക്കും, എന്റെ പ്രോപ്പർട്ടി ഒരു കാരണവശാലും വിറ്റ് പോകരുത്, ഞാൻ എങ്ങനെങ്കിലും പോയി എന്റെ ജീവിതം അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ഇവർ കുറച്ച് ആൾക്കാർ ഒന്നടങ്ങ് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതാ സത്യമായ കാര്യം. കേട്ടല്ലോ. അപ്പോൾ ബിഷപ്പ് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള തെളിവുകൾ മൊത്തം ഈ വീഡിയോയുടെ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഇവിടെ ആ വീട്ടു നമ്പർ കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് കിച്ചു എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ മൂത്ത മകൻ വന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. അത് കൊടുക്കൂല. കാരണം കൊല്ലം സുധിയെ മൂത്ത മകൻ കിച്ചു ആക്രമിച്ചതും കൊല്ലം സുധി ഈ മൂത്ത മകന്റെ പീഡനത്തിലായിരുന്നു മരിക്കുന്ന കാലം വരെ എന്നുള്ളതിന്റെ മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ വരെ കൊല്ലം സുധിയെ ആക്രമിച്ചു. കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് 2 കണ്ണും പുറന്തള്ളി വരുന്ന രീതിയിൽ കിച്ചു ആക്രമിച്ചു എന്ന് ആ പരിസരത്തുള്ള സകല ആളുകൾക്ക് അറിയാം. അയൽവാസികൾ ഓടിക്കൂടിയപ്പോൾ കണ്ടം വഴി ഈ ചെറുക്കൻ ചാടി ഓടി എന്നാണ് പറയുന്നത്. ഈ വിവരങ്ങളെല്ലാം ഷെഫീന ജീവി വന്ന് പരിസരത്തുള്ള ആളുകളോടെല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് ഈ പയ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. രേണുവിനെ ഇത്രമേൽ കൊണ്ടിട്ട് കൊടുത്തത് ഈ കിച്ചു എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ മൂത്ത മകൻ തന്നെയാണ്. അന്ന് വ്ലോഗ് എടുക്കാൻ പോയതിന്റെ പേരിൽ ആ ട്രോഫി കട്ടിലിന്റെ അടിയിൽ ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നത് നൈസായിട്ട് എടുത്ത് മറ്റുള്ളവരിലോട്ട് ഇട്ടുകൊടുത്ത് ആദ്യം രേണുവിനെ ഇട്ടുകൊടുത്തു. പിന്നെ സ്വന്തം ഫാമിലി ലൈഫ് പറഞ്ഞ് ഞാൻ പണ്ട് ഭയങ്കര ട്രോമയിലായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് രേണുവിനെ ഇട്ടുകൊടുത്തു. പതിയെ രേണുവിന്റെ ചിലവിൽ നിന്നും ഈ ചെറുക്കൻ രേണുവിന്റെ ചിലവിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് സ്വന്തം നെഗറ്റിവിറ്റി മാറ്റാൻ ഈ ചെറുക്കൻ വീഡിയോ ചെയ്യുമ്പോഴും ലൈവ് ചെയ്യുമ്പോഴും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്, വെള്ളം അടിക്കുന്നവനല്ലേ നീ, ഡ്രഗ് അഡിക്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് വന്ന ആ ഒരു നെഗറ്റീവ് മാറ്റി, ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാറ്റിയെടുക്കാൻ രേണുവിനെ മനഃപൂർവ്വം ഇട്ട് കൊടുത്തതാണെന്ന് ഒരു കുഞ്ഞു കുട്ടിക്കും ഈ കിച്ചു എന്ന് പറയുന്ന പയ്യൻ്റെ വീഡിയോസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് എത്ര ഹേറ്റേഴ്സ് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൊല്ലം സുധി മരിച്ചതിന് ശേഷവും 2 കൊല്ലം ഈ പയ്യൻ രേണുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. ആ സമയത്താണ് ഈ ഷെഫീന ജീവി തന്നെയാണ് ആ പയ്യൻ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് മദ്യപിച്ച അച്ഛനേക്കാൾ അലമ്പായി നടക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ആദ്യം മുന്നോട്ട് വന്നത്. അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിലുള്ള കുറെ പുഴുക്കുത്തുകൾ ഏറ്റെടുത്ത് അത് സ്പ്രെഡായി ഈ ചെറുക്കന് നെഗറ്റീവ് ആയപ്പോൾ ആ നെഗറ്റിവിറ്റിയെ മറികടക്കാൻ വേണ്ടി രേണുവിനെ ഇവൻ ഇട്ട് കൊടുക്കുകയായിരുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നന്ദികേടാണ് മകനെ, നീ ഒരു അമ്മയോട് ചെയ്യാവുന്ന, 11 വയസ്സിൽ ഏറ്റെടുത്ത ഒരു സ്ത്രീയോട് ചെയ്യാവുന്ന, 1.5 വയസ്സിൽ നിന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ച് പോയ അമ്മയേക്കാൾ 10 ഇരട്ടി മഹത്വമുണ്ട് 11ാമത്തെ വയസ്സിൽ നിന്റെ 3ാമത്തെ അമ്മയായ സ്ത്രീക്ക്. അവരുടെ ഈ ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ഈ അവസ്ഥയിൽ അവരെ ഈ സോഷ്യൽ മീഡിയക്ക് നീ ഇട്ടുകൊടുത്തല്ലോ, നീയാണ് മിടുക്കൻ. എന്നിട്ട് ഇപ്പോൾ സൈൻ ചെയ്ത് കൊടുക്കാൻ വരുന്നില്ല. ഋതപ്പൻ്റെ ഒപ്പ് രേണു ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ കുറേ ഒരു അവിയൽ പരുവത്തിൽ ഈ ഷെഫീന ജീവി എന്ന് പറയുന്ന ഈ ഒരു ജന്തു കിച്ചുവിനെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു നീരാളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈബർ കുറ്റവാളികളായ കുറേ ആളുകളുടെ ഒരു 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 എന്താ പറയുക, ബ്ലാക്ക് മെയിലിങ്ങിലാണ് ഇപ്പോൾ ബിഷപ്പിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് ഇതിൽ നിന്നൊന്നും മറികടക്കാൻ പറ്റുന്നില്ല. പുള്ളി ആത്മഹത്യ ചെയ്യിപ്പിച്ചിട്ട് അടങ്ങുമെന്നും പറഞ്ഞ് ഷെഫീന ജീവിയുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം സൈബർ ഗുണ്ടകൾ ശ്രമിക്കുന്നുണ്ട്. പേരുൾപ്പെടെ ഞങ്ങൾക്കറിയാം, ആളുകൾ ഉൾപ്പെടെ ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് ബിഷപ്പിനെ വീഡിയോ ഗ്രൂപ്പ് കോൾ ഷെഫീനയുടെ കൂടെ ചേർന്നിട്ട് ഗ്രൂപ്പ് കോൾ വിളിച്ചത്, റെക്കോർഡ് ചെയ്തത്, ആ കോളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സകല ഡീറ്റെയിൽസ് ഞങ്ങൾക്കറിയാം. ബിഷപ്പിന് ഒട്ടും നിവൃത്തിയില്ലാതെ വന്നാൽ ഈ സ്ത്രീ ബിഷപ്പിനെതിരെ ഇനി ആരെങ്കിലും വെച്ചിട്ട് ത്രട്ടനിങ്ങോ പുള്ളി എന്തെങ്കിലും തരത്തിലുള്ള ഹറാസ്മെൻറ്റോ ചെയ്താൽ അത് ഓരോന്നായിട്ട് വരും വീഡിയോസിലൂടെ പുറത്തു വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ സൈബർ ഗുണ്ടകളെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. ഇവനൊക്കെ നല്ല പിള്ള കളിച്ചിട്ട്, ഈ ഒരു ലേഡി മാത്രമല്ല, ഇവളുടെ കൂടെ നിൽക്കുന്ന മൊത്തം പുരുഷന്മാരാണ്, നല്ല പിള്ള കളിച്ചിട്ട് ആളുകളെ ത്രട്ടൻ ചെയ്യുന്നതിൻ്റെ ഇവൻ്റെയൊക്കെ കയ്യിലിരിപ്പ് നമുക്ക് മറ്റുള്ളവരിലോട്ട് എത്തിച്ചേ മതിയാകൂ. ഒരു കൂട്ടം നല്ല ആൾക്കാരെ പറയിപ്പിക്കാൻ, ചീത്തയാക്കാൻ, അവരുടെ ഇമേജ് ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളെ നമുക്ക് തുറന്നു കാണിക്കണം. സോഷ്യൽ മീഡിയയുടെ മറവിൽ, റിയാക്ഷൻ വീഡിയോയുടെ മറവിൽ സ്വന്തം കാര്യസാധ്യത്തിന്, സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് പണം കൊയ്യാൻ വേണ്ടി, പണത്തിന് വേണ്ടി നടക്കുന്ന ഇതുപോലുള്ള അലവലാദികളെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചേ മതിയാകൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. അത് കണ്ടിട്ട് വേണം എനിക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വേറൊരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ വണക്കം.